എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 10 ശ്ലോകം 12, 13, 14, 15 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. നാരദ മഹർഷിയുടെ ഉപദേശങ്ങള് തുടരുന്നു. നളകൂപര മണിഗ്രീവന്മാർക്കുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 12. ഏവം സാധാരണം ദേഹം അവ്യക്തപ്രഭവാപ്യയം കോ വിദ്വാൻ ആത്മസാൽ കൃത്വാ ഹന്തി ജന്തൂൻ ഹൃദയസത. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ഈ ശരീരം ഇന്നവന്റേതാണെന്നും ഇന്ന ദിക്കിൽ ചെന്നു ചേരുമെന്നും നിശ്ചയിക്കാൻ പറ്റില്ല. ആർക്കും സാധ്യമല്ല. എല്ലാവരുടെയും ശരീരം അവ്യക്തത്തിൽ നിന്നുണ്ടായതും അവ്യക്തത്തിൽ ലയിക്കുന്നതുമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഈ ശരീരത്തെ താൻ, ഞാൻ എന്ന് അഭിമാനിച്ച് അതിനെ സുഖിപ്പിക്കാൻ വേണ്ടി പ്രാണികളെ ഹിംസിക്കുന്നവര് ഒട്ടും അറിവില്ലാത്തവര്, അജ്ഞരാണവര്. അല്പമാത്രമെങ്കിലും ആലോചിക്കാൻ ബുദ്ധിശക്തിയുള്ള വിദ്വാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. തന്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ള പ്രാണികളെ കൊന്ന് ഭക്ഷിക്കാം അല്ലെ. തനിക്കുള്ളതുപോലെ തന്നെ വേദനയുള്ള ഒരു പ്രാണിക്കും, ഏതൊരു പ്രാണിക്കും അതിനെ ഹനിക്കുമ്പോ എന്നുള്ള വിചാരം ഉണ്ടാവണ്ടേ. അതാണ് പറയുന്നത്. അസത ശ്രീമദാന്ധസ്യ ദാരിദ്ര്യം പരമഞ്ജനം ആത്മൗപമ്യേന ഭൂതാനി ദരിദ്ര പരമേക്ഷതേ. അപ്പൊ ഇന്ദ്രിയങ്ങളെ അടക്കാൻ ശക്തിയില്ലാത്തവന് ഐശ്വര്യം വർദ്ധിക്കുമ്പോൾ അഹങ്കാരവും വർദ്ധിച്ച് ഇന്നത് ചെയ്യണമെന്നും ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിവേകം അങ്ങോട്ട് നശിക്കുകയാണ്. ഐശ്വര്യം അങ്ങോട്ട് വർദ്ധിച്ചു വന്നാൽ പിന്നെ. അപ്പൊ ഇവങ്ങനെയുള്ളവരുടെ അവിവേകം നശിക്കണമെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവണം, ഒന്നുമില്ലാതെ ആവണം. അപ്പൊ മനസ്സിലാവും. കണ്ണു കാണാത്തവന് അഞ്ജനം എഴുതണല്ലോ. അപ്പൊ ഐശ്വര്യമാകുന്ന തിമിര രോഗം ബാധിച്ചാൽ ദാരിദ്ര്യമാകുന്ന അഞ്ജനം എഴുതേണ്ടത് ആവശ്യമാണ്. അതാ പറയുന്നത്. വിവേകമുള്ളവന് പരമപുരുഷാർത്ഥ സാധകങ്ങളായിരിക്കുന്ന ധർമാദികൾക്കും അതിശ്രേഷ്ഠമായിരിക്കുന്ന ദേഹത്തിന്റെ പരിരക്ഷയ്ക്കും സഹജീവികളുടെ സഹായത്തിനും ഉപകരണമായിരിക്കുന്ന ധനം, ഈ ധനം അവിവേകിയിൽ ചേരുമ്പോൾ വിവേകമുള്ളവർ എന്ത് ചെയ്യും? ധനം ദാനധർമ്മത്തിനും മറ്റുള്ളവരുടെ ക്ലേശം തീർക്കാനായിട്ട് ഉപയോഗിക്കും. പിന്നെ അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുക, യാഗങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഉപയോഗിക്കും. പക്ഷേ വിവേകം ഇല്ലാത്തവരുടെ കയ്യിലെ ഈ ധനം കുന്നുകൂടിയാൽ അവർക്ക് അഹങ്കാരം വർദ്ധിക്കും. അത് പരദ്രോഹത്തിനും ഉപയോഗിക്കും ആ ധനം. അപ്പൊ എന്തായി? ആത്മനാശത്തിനും കാരണമായിട്ട് വരും. അങ്ങനെയുള്ളവരുടെ ധനം തീരെ നശിച്ച് ഒരു പൈസ പോലും സ്വാധീനത്തിലില്ലാതെ ആകുമ്പോ അപ്പോഴാണ് അഹങ്കാരം തന്നെ നശിച്ചോളും. അപ്പൊ ബുദ്ധിയില് വെളിച്ചം കിടക്കും. ധനവാന്റെ കയ്യില് പെട്ടെന്ന് വലിയ ബിസിനസ്സൊക്കെ നടത്തി ധാരാളം ധനം ഉണ്ടായി ആർക്കും ഒന്നും കൊടുക്കാതെ അങ്ങനെ ഐശ്വര്യം അങ്ങനെ വർദ്ധിച്ച് അഹങ്കാരം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പല ചീത്ത ദുഷ്പ്രവൃത്തികളും ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടാണ് ഇത് മുഴുവൻ സമ്പാദിക്കുന്നത്. കപടം വഞ്ചനയും ഒക്കെ ചെയ്ത്. അപ്പൊ അഹങ്കാരം വർദ്ധിച്ചു പെട്ടെന്ന് അതൊക്കെ അങ്ങോട്ട് നശിച്ച് ഒന്നുമില്ലാതെ ആവുമ്പോ അപ്പൊ മനസ്സിലാവും അല്ലേ. ഇപ്പൊ സകല പ്രാണികളും തന്നെ പോലെ സുഖദുഃഖാദികളുള്ളവർ തന്നെയാണ് എന്ന് അറിഞ്ഞു തുടങ്ങും. ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴേ അതിന്റെ ദുഃഖം മനസ്സിലാവുള്ളൂ. അപ്പൊ അവരെ ദ്രോഹിച്ചുകൂടാ എന്നുള്ള വിവേകം ക്രമേണ വർദ്ധിക്കും. ലോകത്തിലെ സാധാരണ ഈ ദരിദ്രര് മറ്റുള്ളവരെ ദ്രോഹിക്കാത്തവര് കഴിയുന്നത്രയും മറ്റുള്ളവരെ സഹായിക്കുന്നവരായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് കാണാം, ഈ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് മറ്റുള്ളവരെ ഉപകാരം ചെയ്യാൻ വേണ്ടി കൂടുതൽ അവർക്ക് പറ്റണ സഹായം അവര് ചെയ്യും. എന്താന്ന് വെച്ചാൽ അവര് ആ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കയ്യിൽ ഒരു പൈസ ഇല്ലാത്തവര് കഷ്ടപ്പെടുന്നതെന്നും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാതെ കഷ്ടപ്പെട്ടവര് അവർക്ക് മനസ്സിലാവും അന്യന്റെ ദുഃഖം, വിശപ്പിന്റെയും ധനമില്ലാത്തതിന്റെയും ഒക്കെ. എന്നാ വിവേകമുള്ളവർക്ക് ഈ ദോഷം ബാധിക്കുകയില്ല കേട്ടോ. അവർക്ക് മനസ്സിലാവും. ഇപ്പൊ താൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും ദരിദ്രരുടെ ദുഃഖം എന്താന്ന് മനസ്സിലാക്കുന്നവരും ഉണ്ട്. ഐശ്വര്യം എന്ന് പറയുന്നത് എന്താ? ഈശ്വരന്റെ സംബന്ധികളായ പദാർത്ഥം. ഈശ്വരൻ തന്നെ കൊടുക്കുന്നതാണ് ഇതൊക്കെ. അതാണ് ഐശ്വര്യം. അത് സ്വാധീനത്തിലാകുമ്പോ അതിനെ കൊണ്ട് ഈശ്വര സന്താനങ്ങളായിരിക്കുന്ന പ്രാണികളെ ദ്രോഹിക്കാൻ ആര് തുടങ്ങുന്നുവോ അവന്റെ ഐശ്വര്യത്തെ ഈശ്വരൻ നശിപ്പിക്കും എന്ന് മതമത്തന്മാരായ അവിവേകികള് ധരിക്കേണ്ടതാണ് എന്നതാണ് ഇപ്പൊ നാരദ മഹർഷി നമുക്കൊക്കെ വേണ്ടിയിട്ടാ ഇത് പറയണത് അല്ലെ. യഥാ
കണ്ടകവിദ്ധാംഗോ ജന്തോർനേച്ഛതി താം വ്യഥാം ജീവസാമ്യം ഗതോ ലിംഗൈ ന തഥാ വിദ്ധ കണ്ടക. സമഭാവന ദരിദ്രന് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ വിഷമാണ് എന്ന് ഉദാഹരണ സഹിതം പറയണം. ദേഹത്തിലെ ഏതെങ്കിലും ഒരവയവത്തില് മുള്ളു തറച്ചിട്ടുള്ള വേദന അനുഭവിച്ചിരിക്കുന്ന ഒരാള് ആ ദുഃഖം മറ്റൊരു പ്രാണിക്ക് ഉണ്ടാകരുതെന്ന് വിചാരിക്കണം. അഥവാ അവർക്ക് ഉണ്ടായതായിട്ട് കണ്ടാൽ അവന്റെ വേദനയെ തീർത്ത് അത് മാറ്റാൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കും, യഥാശക്തി അതിന് പരിശ്രമിക്കും. മുള്ളു തറച്ചിരിക്കുന്ന സമയത്ത് ആ പ്രാണിയുടെ മുഖത്തിനുള്ള വാട്ടം മുതലായിട്ടുള്ള ആ ദുഃഖം അത് കാണുമ്പോൾ, വിഷമം കാണുമ്പോൾ, ഈ വേദന തനിക്കുണ്ടായിരുന്ന സമയത്തില് എത്രമാത്രം ഞാൻ ക്ലേശിച്ചു അതുപോലെ ക്ലേശിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് അവര് നന്നായിട്ട് അത് മാറാൻ വേണ്ടി പരിശ്രമിക്കും, അവരെ സഹായിക്കും. മുമ്പ് താൻ അനുഭവിച്ചത് കൊണ്ട് ഇപ്പോ അന്യപ്രാണിയെ അതുപോലെയല്ലേ ക്ലേശിക്കണത് എന്ന് ശരിക്കും മനസ്സിലാവും. മുള്ളു തറച്ചിട്ടുള്ള വേദന ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾക്കോ അവർക്ക് ഈ കാരുണ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെയാണ് ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിരിക്കുന്ന ഒരാള് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഒരുങ്ങില്ല. ഐശ്വര്യമില്ലാത്തവരുടെ സങ്കടം ഇങ്ങനെയാണ് എന്നുള്ള അറിവ് എപ്പോഴും ഉള്ളില് പ്രകാശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ദാരിദ്ര്യ ദുഃഖം അറിയാത്ത ഒരാള് പരദുഃഖത്തെ അറിയാൻ സാധ്യതയില്ല, അറിയില്ല എന്നാണ് അതില് ഉദാഹരണ സഹിതം പറയണത്. ദരിദ്രോ നിരഹസ്തംഭോ മുക്ത സർവമതൈരിഹ കൃച്ഛ്രം യദൃച്ഛയാപ്നോതി തദ്ധി തസ്യ പരം തപ. എന്ന് മാത്രമല്ല, ദാരിദ്ര്യം മോക്ഷത്തെ കൂടി സാധിപ്പിക്കുന്നു എന്ന് 4 ശ്ലോകങ്ങൾ കൊണ്ട് പറയണു. അടുത്ത 4 ശ്ലോകങ്ങൾ കൊണ്ട് ഈ സംസാരത്തില് ദരിദ്രന് അഹങ്കാരം ഉണ്ടാവാൻ യാതൊരു വഴിയില്ല. അപ്പൊ മോക്ഷത്തിന്റെ മഹാവിരോധി ഏതാ? അഹങ്കാരാണ്. വിദ്യാമതം, ധനമതം, ബന്ധുമതം എന്നിങ്ങനെയുള്ള യാതൊരു മതവും ദരിദ്രനുണ്ടാവില്ല. അതുകൊണ്ട് അന്ധകരണം വിവേകയുക്തമായിട്ട് വരാനും ഭഗവത് ഭക്തി ഉണ്ടാവാനും സംഗതിയുള്ളത് കൊണ്ട് ആ മോക്ഷത്തിന് പ്രതിബന്ധമായിട്ടിരിക്കണൊക്കെ പാപമൊക്കെ നശിച്ചു പോകും. ദാരിദ്ര്യം മഹാ കഷ്ടാവസ്ഥയല്ലേ, അതിനെങ്ങനെ സ്തുതിക്കണത് ശരിയാണോ? ദരിദ്രന്മാര് എത്ര വിഷമിക്കണു, എത്ര കഷ്ടം അവർ അനുഭവിക്കണു, അത് കാണുന്നവർക്കും കൂടി സങ്കടം തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. അത് ശരി തന്നെയാണ്, ഒരു വല്ലാത്ത വിഷമം അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ അവസ്ഥ അവര് വളരെ നല്ലത് എന്നല്ല പറയണത്. ആരുടെയും അഹങ്കാര രൂപമായ പാപത്തിന് ഇതൊരു പരിഹാരമാണ് എന്ന് മാത്രം. അതാണ്. ദരിദ്രര് കഷ്ടപ്പെടുന്നുണ്ട്, അതില്ല എന്നൊന്നും പറയണില്ല, അത് ശരിയാണെന്നും അത് നല്ല കാര്യമാണ് ദരിദ്രര് കഷ്ടപ്പെടുന്നത് എന്നല്ല പറയണത്. പക്ഷേ അഹങ്കാര രൂപമായ പാപത്തിന് ഇതൊരു പരിഹാരമാണ്. ദാരിദ്ര്യം വന്നാൽ ഈ അഹങ്കാരം ഉണ്ടാവില്ല. അതാണ്. പ്രാരബ്ധം നിമിത്തം ദരിദ്രന് നേടുന്ന കഷ്ടത്തെ അവര് ക്ഷമയോടെ അനുഭവിക്കുക അല്ലാതെ അതൊന്ന് കരകയറാൻ അവർക്ക് സാധിക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അത് അനുഭവിക്കുക തന്നെ. അതുകൊണ്ട് ഈ കഷ്ടം അനുഭവിക്കുന്നത് ഉത്കൃഷ്ടമായിട്ട് തപസ്സായിട്ട് മാറുകയാണ്. സങ്കടം നേരിടുമ്പോൾ അത് മറ്റവരുടെ ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ്, ഞാൻ എന്തെങ്കിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് അത് സഹിച്ച് ഈശ്വരനെ നല്ലോണം പ്രാർത്ഥിച്ചു കഴിയും അല്ലെ ദരിദ്രര്. അതെ. അപ്പൊ പ്രതികാരമൊന്നുമില്ല, ആരോടും പ്രതികാരം നോക്കാതെ അതിനെ അനുഭവിക്കുന്നത് തന്നെയാണ് പരമതപസ് എന്ന് പറയണത്. വേറെ ആളെ കുറ്റപ്പെടുത്താനൊന്നുമില്ല അല്ലെ. പാപരൂപമായ ആ പ്രാരബ്ധ കർമ്മം ഫലാനുഭവത്താൽ നശിക്കുമ്പോ അപ്പൊ എന്തായി? അത് അനുഭവിച്ച് അങ്ങോട്ട് തീരാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പ്രാരബ്ധം അങ്ങോട്ട് കഴിഞ്ഞാലോ മോക്ഷത്തിനുള്ള പ്രതിബന്ധം നശിക്കും. അപ്പൊ ദാരിദ്ര്യം മോക്ഷത്തിന് കാരണമായിട്ടാണ് വരികയാണ്. പിന്നെ അപ്പൊ അവർക്ക് പിന്നെ അത്രയും മനസ്സ് ചുട്ടങ്ങിട്ട് പ്രാർത്ഥിക്കുകയാണ് നല്ലോണം. അപ്പൊ ആ മോക്ഷത്തിലേക്ക് നയിക്കണു ദാരിദ്ര്യം. ചതുർവിധ ഭജന്തേ മാം ജനാ സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ എന്ന് ഭഗവാൻ ഗീതയില് അർജുനന് ഉപദേശിച്ചിട്ടുണ്ട്. ആർത്തനും അർത്ഥാർത്ഥിയും ഭഗവത് ഭജനം ചെയ്യുന്നവരിൽ പെടും. അതിനാൽ അവര് രണ്ടുപേരും സുഹൃത്തുക്കളാണെന്നുള്ള ഗീതയുടെ ശ്ലോകങ്ങളാണ് ഇവിടെ നാരദ മഹർഷി, ആ ശ്ലോകത്തിന്റെ തത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാരദ മഹർഷി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ